ഫ്രാങ്ക് ലാംപാർഡിനെ ഇടക്കാല പരിശീലകനായി നിയമിച്ച് ചെൽസി. തുടർതോൽവികളെ തുടർന്ന് പുറത്താക്കപ്പെട്ട പരിശീലകൻ ഗ്രഹാം പോട്ടറിന് പകരമായാണ് ലാംപാർഡ് ടീമിന്റെ പരിശീലകനായി തിരിച്ചെത്തിയത്. ഈ സീസൺ അവസാനിക്കും വരെയാണ് നിയമനം. 2019 മുതൽ 2021 വരെ ലാംപാർഡ് ചെൽസിയുടെ പരിശീലകനായിരുന്നു. എന്നാൽ മോശം പ്രകടനത്തെ തുടർന്ന് ലാംപാർഡിനെ ചെൽസി പുറത്താക്കുകയായിരുന്നു. FA കപ്പിൽ ഫൈനലിലെത്തിയത് മാത്രമാണ് ലാംപാർഡിന്റെ നേട്ടം. തുടർന്ന് എവർട്ടൺ പരിശീലകനായി ചുമതലയേറ്റെങ്കിലും ക്ലബിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് ടീം അദ്ദേഹത്തെ പുറത്താക്കി. പോർട്ടറുടെ പകരക്കാരനായി മുൻ ബാഴ്സലോണ പരിശീലകൻ ലൂയിസ് എറ്റിക്വ, ബയേൺ മ്യൂണിക് പരിശീലകനായിരുന്ന ജൂലിയൻ നാഗിൽസ്മാൻ എന്നിവരെയും ടീം പരിഗണിച്ചിരുന്നു. അവസാന മത്സരത്തിൽ ബ്രൂണോ സാൾട്ടറിന് കീഴിലായിരുന്നു ടീം ലിവർപൂളിനെതിരെ ഇറങ്ങിയത്. ശനിയാഴ്ച നടക്കുന്ന പ്രീമിയർ ലീഗിലെ വോൾസിനെതിരായ മത്സരത്തിലാകും ലാംപാർഡ് ടീമിന്റെ ഇടക്കാല പരിശീലകനായി ചുമതലയേൽക്കുക. 39 പോയിന്റുമായി ചെൽസി പ്രീമിയർ ലീഗിൽ 11ാം സ്ഥാനത്താണുള്ളത്.